ദുഃഖത്തിൻ്റെ കരങ്ങൾ കഠിനവും ഭാരവുമായി തോന്നാമെങ്കിലും അവ അദൃശ്യനായവൻ്റെ മൃദുല കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ്. ഖലീൽ ജിബ്രാന്റെ വാക്കുകളാണിവ. വിസിറ്റേഷൻ സഭാ സ്ഥാപകനായ ദേവദാസൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അച്ഛനും തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ അയക്കുന്നതാണെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി സന്മനസ്സോടെ അത് സ്വീകരിച്ച വ്യക്തിയാണ്. സ്വർഗത്തിൽ തീർച്ചയായും കുരിശുകളില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ തീർച്ചയായും ഒരു കുരിശ് വേണം. തൻ്റെ ജീവിതം വഴിയും വാക്കുകൾ വഴിയും കുരിശിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ദേവദാസൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ലോകത്തിനായി ജീവിക്കുന്നവർക്ക് എല്ലാം ഭാരമേറിയതും കയ്പ് നിറഞ്ഞതുമായ കുരിശുകളായിരിക്കും. എന്നാൽ ദൈവത്തിനായി ജീവിക്കുന്നെങ്കിൽ ലോകത്തുള്ള കുരിശുകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നതിന് വയ്ക്കപ്പെട്ട ഗോവണികളായി പകരപ്പെടും. കുരിശു കൂടാത്ത ജീവിതം ദൈവമക്കളുടേതല്ല എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന വല്യച്ഛൻ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ശുദ്ധീകരിക്കുന്നതിനായി ദൈവം നൽകിയതാണെന്ന് വിശ്വസിച്ചു പോന്നു. സഹനമെന്നും മനുഷ്യന്റെ മുമ്പിലെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അതിന് ദൈവം നൽകുന്ന ഉത്തരമാണ് സ്വർഗമെന്ന ബോധ്യത്തിലേക്ക് വല്യച്ഛൻ നമ്മെ ഉണർത്തുന്നുണ്ട്. വിസിറ്റേഷൻ സഭ അതിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ സഭയുടെ ജനനത്തിനും ജീവനും ജീവിതത്തിനുമായി ത്യാഗമേറ്റെടുത്ത് ജീവിച്ച സഭാസ്ഥാപകന്റെയും ആദ്യകാല അമ്മമാരുടെയും സഭയിൽ ജീവിച്ച് കടന്നുപോയ എല്ലാ അമ്മമാരുടെയും പുണ്യജീവിതങ്ങൾക്ക് മുമ്പിൽ നന്ദിയോടെ ശിരസ് നമിക്കുന്നു. അവർ അന്ന് ഏറ്റെടുത്ത ത്യാഗമാണ് ഇന്ന് കാണുന്ന വിസിറ്റേഷൻ സഭ. അച്ഛൻ്റെ വാക്കുകൾ നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. തമ്പുരാനെ പ്രതി ക്ഷമയോടെ കുരിശു ചുമക്കുക, വലുതായ സമ്മാനം സ്വർഗത്തിൽ ലഭിക്കും. ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.